ഹായ് ഹലോ. ആദ്യം തന്നെ ഞാൻ 2 ഡിസ്ക്ലൈമേഴ്സ് പറയുകയാണ്. അതിൽ ആദ്യത്തേത് വിവാഹം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്നതിനെ പറ്റിയാണ്. നമുക്കിപ്പോൾ അറിയാം വിവാഹം സ്വർഗ്ഗത്തിൽ വെച്ചിട്ടല്ല നടക്കുന്നത്, ഭൂമിയിൽ വെച്ച് കുറച്ചധികം ലീഗൽ ഫോർമാലിറ്റീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നടക്കുന്നതെന്ന്. അടുത്ത രണ്ടാമത്തെ ഡിസ്ക്ലൈമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം വരെ മാട്രിമോണിയൽ ആക്ട്സിലൊക്കെ പറഞ്ഞിരുന്ന കാര്യം എന്താ, വിവാഹം എന്ന് പറയുന്നത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരൽ എന്നാണ്. ബട്ട് നമുക്കിപ്പോൾ അറിയാം അങ്ങനെയല്ല, അത് തികച്ചും 2 ഇൻഡിവിജ്വൽസ് എടുക്കുന്ന ഒരു മ്യൂച്വൽ ഡിസിഷനാണത്. സോ അത് തന്നെ ആയിരുന്നാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിവാഹം കഴിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതൊക്കെ പറഞ്ഞിരുന്നാലും വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ബിഗ് ഡിസിഷനാണ്. നമ്മളെടുക്കുന്ന ഒരുപാട് വലിയ ഡിസിഷൻസിൽ ഒരു ബിഗ് ഡിസിഷൻ തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. അത് ചിലർക്ക് ശരിയാവാം, ചിലർക്ക് ശരിയാവത്തില്ല, അല്ലേ? വിവാഹം കഴിക്കാത്തതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം. ഒരു വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് മാരേജിൻ്റെ കൂടെ വരുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ്, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. പക്ഷേ ഒരു വിവാഹം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വക റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. അതായത് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുമില്ല. നമ്മുടെ സമയം ആയിക്കോട്ടെ, നമ്മുടെ പൈസ, നമ്മൾ മാസം ഉണ്ടാക്കുന്ന നമ്മുടെ കാശായിക്കോട്ടെ, എല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്കത് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്? കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാൾ ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് അവർക്ക് റെസ്പോൺസിബിലിറ്റി കുറവാണ്. ഇതുപോലെ പാർട്ട്ണറുടെ ചിലവോ, ഇപ്പോൾ ഇൻ ദ കേസ് പാർട്ട്ണർ ജോലിയില്ല, അപ്പോൾ ഓക്കെ, രണ്ടുപേരുടെ ചിലവ് നമ്മൾ ഒരുമിച്ച് ഒരാൾ ലീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത കുട്ടികളുടെ ചിലവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു അൺമാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാച്ചിലർ ആയിട്ടുള്ള ആൾക്ക് നോക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് വരുന്നതാണ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. പേഴ്സണൽ ഗ്രോത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മൾ കല്യാണത്തിന് മുമ്പ് ചെയ്തിരുന്ന നമ്മളെ പല ഹോബീസ്, അതായത് ഇപ്പോൾ സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ. പലരും കല്യാണത്തോട് കൂടിയിട്ട് ഇത് എല്ലാം വെച്ച് മടക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. എല്ലാവരും ഇല്ല എങ്കിലും മിക്കുള്ളവരും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ ആയിക്കോട്ടെ, അവരുടെ ഹോബീസ് ആയിക്കോട്ടെ, അതെല്ലാം കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയം കിട്ടും. പക്ഷേ ഒരു കല്യാണം കഴിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവരതിൽ നിന്നൊക്കെ ഒന്ന് പിൻവാങ്ങി ഫാമിലിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കോട്ടാണ്, മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വുമൺ ആർ ഫ്രം വീനസ്. ശരിക്കും രണ്ടുപേരും 2 ചിന്താഗതിയുള്ള ആൾക്കാരാണ്, 2 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ റിക്വയർമെൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും അവിടെ ഉണ്ടാവും. കല്യാണം കഴിച്ചിട്ട് എത്ര പേര് അവരുടെ പ്രൊഫഷൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മളെ അറിവിൽ ചിലപ്പോൾ ആരും കാണത്തില്ല, അല്ലേ? പക്ഷേ ഒരു കല്യാണം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലി ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എനിക്കിത് സ്വിച്ച് ചെയ്യാം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മാത്രം ഞാൻ ഏറ്റെടുത്താൽ മതി, എനിക്കത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും വരുന്നില്ല. പക്ഷേ ഒരു കല്യാണം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വരുന്നത്. സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ സ്വിച്ച് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? അവർക്ക് അവരുടെ പാർട്ട്ണറിനെ ആദ്യം കൺവിൻസ് ചെയ്യണം, പാർട്ട്ണറുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യണം, സ്വന്തം ഫാമിലിയെ കൺവിൻസ് ചെയ്യണം. ഇങ്ങനെ കുറേ കടമ്പകളുണ്ട് അതിനകത്ത്. മാരേജ് ലൈഫിൽ ഉറപ്പായും സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈഫിൽ ഇല്ല എന്നല്ല, പക്ഷേ മാരേജ് ലൈഫിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ട് മാറുവാണ്, അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ ഓൺ പ്രശ്നങ്ങളും സോൾവ് ചെയ്യണം, നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നിൽക്കണം. ബട്ട് ഒരു സിംഗിളായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അവർക്ക് അവരുടെ ഓൺ പ്രശ്നങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള സമയവും സാവകാശവും ഒക്കെ കിട്ടും. അടുത്തതായിട്ട് വരുന്നതാണ് സോഷ്യൽ കണക്ഷൻസ്. നമുക്ക് കല്യാണത്തിന് മുമ്പ് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, പിന്നെ ആ ഒരു കാര്യം കുറഞ്ഞു വരുന്നതായിട്ട്. കല്യാണത്തിന് ശേഷം ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്നവരുണ്ടാവും, പക്ഷേ അത് വളരെ ചുരുക്കം ആൾക്കാരാണ് അങ്ങനെ കൊണ്ട് നടക്കാറുള്ളത്. സോ ഒരു സിംഗിളായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വക കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് സമയം കിട്ടും. നമുക്ക് സോഷ്യൽ ഗ്യാതറിങ്ങിനും ഫ്രണ്ട്സുമായിട്ട് ഈവനിങ്ങിൽ ടൈം സ്പെൻഡ് ചെയ്യാനും, ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഒന്ന് പുറത്ത് പോകാനും, അതിനെല്ലാം എന്താ പറയുക, നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമുക്കത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അടുത്ത ഫൈനലായിട്ട് വരുന്നൊരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് പവർ. ഇപ്പം ഞാൻ എവിടെ താമസിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം എന്നതെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന കാര്യം. എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല അവിടെ. കൺക്ലൂഷനിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് ആരെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. നമുക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, കഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കേണ്ട, ഒരു പ്രശ്നവുമില്ല അവിടെ. ചിലരെ സംബന്ധിച്ചിടത്തോളം മാരേജ് എന്ന് പറയുന്നത് സന്തോഷം നൽകും. ചിലർക്ക് സിംഗിളായിട്ട് ഇരിക്കുന്നതായിരിക്കും
അവരുടെ ഇഷ്ടം. സോ എന്ത് തന്നെ ആയിരുന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ എന്നുള്ള കാര്യമാണ് മാറ്റർ. സോ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുള്ള കാര്യം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.